അത് പിടിച്ചടിക്കാ, ഇത് പിടിച്ചടിക്കാ, ഞാൻ പുകൂലേ. ഇതിലെന്താ ഉണ്ടാക്കണേ? അപ്പോ അപ്പല്ല, ചക്കപ്പൊരി. ചക്കപ്പൊരി ഉണ്ടാക്കട്ടെ, ചക്കപ്പൊരി ഉണ്ടാക്കട്ടെ മോനെ. ചക്കതാ പൊരിച്ചാൻ വേണ്ടി ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ്. അത് കട്ടിയുള്ള ഒരു ചുളയാണ് കേട്ടോ. പൊരിച്ചാൻ കട്ടില്ലാത്ത ചുളയാണ് ഏറ്റവും നല്ലതില്ല, എണ്ണ പിടിച്ചാതെ കിട്ടും. അപ്പം ഇന്നലെ രാത്രി ഞാൻ അരിഞ്ഞുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ അത് പൊരിച്ചുകാണ്ട് വെക്കട്ടെ. മോളൂസ് നാളെ പോകും, അപ്പോൾ ഒക്കെ കുറച്ച് കൊണ്ടുപോകും വേണം. മോനൂസിന് ഇങ്ങനെ കുറുമ്പൊളുമ്പോഴൊക്കെ കുറേശ്ശെ ഇങ്ങനെ പ്ലേറ്റിലിട്ട് കൊടുക്കാമല്ലോ. അതിനൊന്നും ഇപ്പോൾ പേടിയൊക്കെ ഇങ്ങനെ മണ്ടാൻ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ വിചാരിച്ചുകാണ്ട്. ചക്ക പൂത്തതും ഉണ്ട്. മുളക് പൊടി കുറച്ചിട്ടാൽ മതിയല്ലേ, പോരെ. കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില എടുത്താട്ടെ. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോരോ പണി തന്നെ. ഇതൊക്കെ വറുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ ആരെയും വന്നാൽ ചായക്കും കൊടുക്കുക. അതൊക്കെ കഴുകി വെച്ചാണ് കേട്ടോ. കറി പിന്നെ ഒരു കലോണം കഴുകി വെച്ചതാണ്. അപ്പം ചക്കക്കാരാകുമ്പോൾ പിന്നെ ചക്കൻ്റെ തന്നെ ഉള്ളൂ അല്ലേ. യൂട്യൂബാണ് തുറന്നാൽ ചക്കൻ്റെ മാത്രമേ ഉള്ളൂ. ചക്ക കൂട്ടാനും ചക്കയും ഇറച്ചിയും വെച്ചതും ഇടിച്ചക്കയും ചക്ക പൊരിച്ചണതും ചക്ക പായസവും എല്ലാം ഉണ്ടാക്കാം. പക്ഷെ അത് എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിക്കണം കേട്ടോ. ഇവിടെ ചക്കപ്പൊരി ഭയങ്കര ഇഷ്ടമാണ്, ചക്കക്കൂട്ടാൻ ഇഷ്ടമാണ്, പൂത്തൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇറച്ചിയും ചക്കയും വെക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് നല്ല ബീഫ്, മുടിയാൾച്ചിൻ്റെ നല്ല ബീഫൊക്കെ ഇങ്ങനെ കിട്ടണം. അപ്പോളേ ഇറച്ചിയും ചക്കയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കുറേ ദിവസമായി അങ്ങനെയൊക്കെ ഒന്ന് പുതിയായിട്ട് ഇറച്ചിയും ചക്കയും കൂടി വെക്കണം എന്ന്. ഉപ്പിട്ടിട്ടില്ലല്ലേ, മറന്നു. എൻ്റെ ചക്കപ്പൊരിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ചക്കപ്പൊരി കണ്ടക്കണോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ ചക്ക പൊരിച്ചതിൻ്റെ ശേഷം എല്ലാവരും ചക്ക പൊരിച്ച് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പിന്നെന്താ തണുക്കുമല്ലോ. അപ്പം എല്ലാം ഞെരിവുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ തണുക്കും അല്ലേ. ഞാൻ ചക്ക പൊരിച്ച് വെച്ചാൽ എത്ര കാലം ഇരുന്നാലും തണുക്കൂല കേട്ടോ. അതിന് പ്രത്യേകത ആയിട്ട് ഒന്നുണ്ട്, അത് ഞാൻ പൊരിച്ചുമ്പോൾ പറഞ്ഞുതരാം. മോനൂസ് എടുക്ക പോയി. ചെറിയ ചട്ടിയാണേ, ചെറിയ ചട്ടിയിൽ അങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ, പിന്നെന്താ കുറേ നേരം നിൽക്കണ്ടേ. ഇതിലാവുമ്പോൾ പെട്ടെന്ന് വറുത്ത് കോരിൻ്റെ എടുക്കുക, പെട്ടെന്ന് പണി വെച്ചാൽ. കുളിച്ചണീൻ്റെ മുന്നേ ഇപ്പോൾ ഈ പണിക്കൊക്കെ നിൽക്കണത്. തിരുമ്പി കുളിച്ചാൽ പിന്നെ ഈ ചൂടത്ത് നിൽക്കാൻ കഴിയൂല, ഭയങ്കര ചൂടല്ലേ. ചൂട് കൂടി അടുപ്പ് എത്തിച്ചുമ്പോൾ ഭയങ്കര ചൂടും. അപ്പോൾ കുളിച്ചാനും കൂടി ഉണ്ട്. അപ്പോൾ കുളിച്ചണീൻ്റെ മുന്നേ അതും കൂടിയാണ് വറുത്ത് കോരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുക. ഏത് അത് പൊരിച്ചട്ടെ. പൂത്ത ചക്കാണോ പൂത്തത്? പഴുത്തതും ഉണ്ട് കേട്ടോ അവിടെ, ഏത് വിഭവമാണെങ്കിലും ഉണ്ട്. എന്താ അത് പഴുത്ത ചക്കച്ചോള, എന്താ ടേസ്റ്റ് ഇങ്ങോട്ട് നോക്കി, നല്ല ഓറഞ്ച് ചോള. അത് ചെയ്യാം. സിനിമകൾക്ക് കാണാൻ വെച്ചോക്കാം. അപ്പോൾ നമ്മളെന്നും പറയുന്ന മാതിരി തന്നെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കിട്ടാ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ, എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സു വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇത് ഫുള്ളിടാൻ പറ്റിപ്പോൾ 2 ട്രിപ്പാക്കാം അല്ലേ.
എനിക്കൊരു പാല കൊണ്ടുവന്നാടാ. ഞാൻ പാവല്ലേ, ഞാനൊരു പാവം പെണ്ണല്ലേ. കൊണ്ടുവരാടാ പ്ലീസ്, കൊണ്ടുവരേ. മാറി കൊണ്ടുവര. ചക്കച്ചോള കഴിഞ്ഞ്. എനിക്ക് പാല കൊടുത്ത് തന്നിട്ടില്ലല്ലോ. പാല കൊടുത്ത് തരാത്തവർക്കുണ്ടാവില്ല. നല്ല കുട്ടി, എൻ്റെ കുട്ടി കണ്ടോക്കി എനിക്ക് പാലൊക്കെ കൊടുന്ന് തരുന്നത്. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നോക്കണ്ട. ഇതിൻ്റെ റേറ്റ് ഭയങ്കര വിലയാണ്. ചക്ക ഇപ്പം ഈ ചക്കൻ്റെ സീസണിൽ കുറവുണ്ടാവുമോ? 200 ഉണ്ടാവൂലേ? അല്ലാത്തപ്പോൾ നല്ല വിലയാണ് കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, നല്ല വില തന്നെയാണ്. വിലയൊക്കെ അറിയാം. വെയിലാണ്, വെയിലിൻ്റെ ചൂടും അടുപ്പത്തെ ചൂടും കൂടി സഹിക്കാൻ പറ്റുക. അപ്പോൾ കുറച്ചും കൂടെ വെട്ടൊക്കെ ഇരുന്നാ ഇതിന് ചവണിയൊക്കെയാണ്. നിങ്ങൾ ചവണേനെ ഒഴിവാക്കൂല, ഒത്തിരി സൂപ്പർ ചവണയാണ്. അവിടെ മഞ്ഞ ചക്കച്ചോളൻ്റെ അരി എന്തൊക്കെ എനിക്കിഷ്ടം. ചവണി ഈ ചക്ക വറുത്ത് കോരിയിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. റെസിപ്പി എന്ന് പറഞ്ഞാൽ തണുക്കാതിരിക്കാനുള്ള റെസിപ്പി. അത് 100% ഞാൻ ഉറപ്പും തരട്ടോ. ഞാനങ്ങനെ പരീക്ഷിച്ചതാണ്, ഞാനങ്ങനെ ചെയ്തിട്ടുമുണ്ട്, ചെയ്യലുമുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് പറയും നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, സൂപ്പറാണ് എന്നൊക്കെ. ചക്കച്ചോള ആർക്കേ ഇതൊക്കെയാണെങ്കിൽ അതിനെടുത്തോ. നമ്മൾ ചെയ്തിക്കാണ്ട് വിജയം കിട്ടുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ കണ്ടുകാണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്തിട്ട് നമുക്കത് റെഡിയായി എന്ന് തോന്നിയെങ്കിൽ മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ഉള്ളത്തെ കുരും താനക്ക് എടുക്കാൻ കിട്ടൂല. വല്ലാത്തൊരു സാധനം, ഒരു ലുട്ടാപ്പി തന്നെയാണിത്. അത് നിന്റെ സിനുവിനാണ് കൊണ്ടെടുത്താ. ഓൾ പച്ച പാവണ കൊണ്ടേ കൊടുത്താ. ഓ പച്ച പാവ കൊണ്ടേ കൊടുക്ക. മാണ്ടി ഒരു കിലുങ്ങിന് കിട്ടിയില്ല നിങ്ങൾ. എന്താ കിലുങ്ങുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കോരിയൊക്കെ ഇട്ട് ഇത് കോരി വെച്ചിട്ട് ഒന്ന് ചെയ്യാണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. മറ്റേ ചെറിയ ചീനച്ചട്ടി ഇട്ട് കാണ്ട് ഇവിടെ ചെറിയ ചീനച്ചട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ അയക്കിട്ടുണ്ടെങ്കിൽ കുറേ നേരം കുറച്ചിടാനല്ലേ പറ്റുള്ളൂ. തോന്നിച്ചിട്ടാൽ ആ കട്ട കുത്തി കാണാണ്ട് ഞെരിഞ്ഞിട്ടൂല. അപ്പോൾ പിന്നെ ഇതിലിട്ടാൽ എളുപ്പമുണ്ട്. ഓർത്താ നെടുജല്ലേ പറഞ്ഞു ഓക്ക് പറ്റൂലാന്ന്. ഓക്ക് കൊണ്ടേ കൊടുക്കേറ്റാണേ. 2 ട്രിപ്പിൽ കൊള്ളിട്ടോ. അത് എത്ര നേരം വെച്ചെന്നാലും അരിഞ്ഞേക്കണോ പറയാം. ഇന്നലെ രാത്രി ബലൊക്കെ ചോറുന്നുമ്പോൾ എനിക്കിതേനു പണി. ഞാൻ അത് കഴിഞ്ഞാൽ ഇന്നലെ ലൈവ് ഇട്ടതൊക്കെ 9 മണിയായി. മറ്റേ രാത്രി അധികം ചക്കക്കൂരി അടിച്ച് വെക്കുക, അങ്ങനത്തെ പണിയൊക്കെ. ഇന്നലെ ചക്ക അരിഞ്ഞ് വെക്കുക. ചൂടാണ് ചൂട്. ഓ നല്ല കറുമുറു, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടടി, ഞാൻ കൊണ്ടോണ്ടേ? എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ ഉണ്ടാക്കണ്. എനിക്കൊക്കെ പാത്രത്തിലിട്ട് തരാൻ തന്നെയാണ് ഇപ്പം ഇതൊക്കെ. സൂപ്പറല്ലേ? ഫിറോസ് അല്ലേ നിങ്ങളെല്ലാവരും കൂടി? എല്ലാവരും കൂടി ഫിറോസ്. ഇന്നലെ ഞാൻ ഫിറോസ് ആയിരുന്നു. ചൂടാക്കട്ടാ. പഴുത്ത ചക്ക ചെന്ന് നോക്കിയടി. ഇത് അടിപൊളി ചക്കയാണ്. എത്ര രസമുള്ള ചക്ക ഞാൻ കണ്ടിട്ടില്ല.
ഞങ്ങൾക്ക് പണി നാളെ ഇരിഞ്ഞിക്കാട് രസം കൊണ്ടുപോകാം കൊണ്ടോണാ പൂത്ത് വേറെ ഉണ്ട് എൻ്റെ റൂമത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ തിരിഞ്ഞുകാണ്ടേ ആണീ തരണ്ടട്ടാ നാളെ തന്നെ കഴിക്കേണ്ടി വരും നല്ല ഇഷ്ടമാണ് ഓളെ ക്ലാസ്സിൽ ഇപ്പോൾ ഓളെ റൂമിൽ ഇപ്പോൾ 3 ബെഡ്മേലും ആളായിട്ടോ അപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സുകളാണ് അപ്പോൾ ഓലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലൊക്കെ ഇവൽക്കൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ കൊടുത്തയക്കാനുള്ളത് അച്ചാറും കിട്ടാ കൊടുത്തയക്കാൻ പ്രാവശ്യം ഉള്ള ഹാപ്പിയാണ് നല്ല അടിപൊളി അച്ചാർ വെറുതെ എടുത്ത് കഴിക്കുക എന്നാളുണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ നല്ല അലീസും ഇങ്ങോട്ട് അയക്കണിപ്പോൾ അപ്പോൾ അതും കൊടുത്തയക്കാണ്ട് ചക്ക വറുത്തതും ഉണ്ട് ഇത് ചൂടാണ് കുട്ടിയെ സാസർ എടുത്തോണ്ടേ ചൂടറിയാം എനിക്കുള്ളതന്നല്ലത് ബിസ്മില്ല മതിയാ ഞാൻ കഴിഞ്ഞിട്ട് തരണ്ടട്ടാ അല്ല നീ ചില ആൾക്കാരൊക്കെ വിചാരിച്ചു എത്താപ്പം എന്നും താത്താക്ക് ഇപ്പം തന്നെ ചക്ക മറ്റേ മറിച്ച് പറഞ്ഞത് തന്നെ എന്നും ഇപ്പം തന്നെ ഈ കുക്കിങ് തന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് കരുതണോലും ചിന്തിക്കണോലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളെ മാണിക്ക കല്ലുകൾ അങ്ങനെ ഒന്നും ചിന്തിക്കൂല ഓരെന്താ പറയേണ്ടത് അറിയോ പിന്നെ നിങ്ങൾ എന്താ ഉണ്ടാക്കണോ ഒരു തക്കാളി താളിച്ചതായാലും താത്ത നിങ്ങൾ ഇടണം അന്നാണ് ദിവസം വീഡിയോ ആണ് ഞങ്ങൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾ കണ്ടോളാന്നുള്ള അത്രയും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യണത് എല്ലാവരും അത്രയും ഒരു ദിവസം വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിളിച്ചാണ് മെസ്സേജ് അയക്കുകയാണ് എന്താ ഇടാത്ത് നിങ്ങൾ പിന്നെ നല്ല വെറൈറ്റി അതൊന്നും നോക്കണമെന്നില്ല നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളി ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അവിടുന്ന് ഇവിടുന്നൊക്കെ പിന്നെ ഓരോ വിറകും അതും വാരിയും ഒക്കെ വലിച്ചുകൊണ്ടിരുന്നോണ്ടേ നമുക്ക് പുറത്ത് തിരിച്ചെടുപ്പിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ ഒക്കെ തേങ്ങ ഇടുമ്പോഴായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടേ വിറകുണ്ട് കുറച്ചൊക്കെ ഉണ്ട് പിന്നെ എന്തേലും പരിപാടിയും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്താ കഴിഞ്ഞുട്ടാ ഇതിപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു പിന്നെ ഗ്യാസ് ഇല്ലാത്തപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ചോറ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പുറത്ത് വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും വിറക് തയ്യില്ല എന്താടാ അജ് പറയണത് കുടിച്ചാനോ ആ കുപ്പിയിലാ വെള്ളം എടുത്തോ ഞാനിപ്പോൾ കയറണ്ടേ അവനും പൊന്നിച്ചാൻ കഴിയണില്ലല്ലോ പോരട്ടെ എന്നിട്ടാണ് ഇപ്പം ഞാൻ ചൂട് ഇങ്ങോട്ട് ആവിച്ചിട്ട് ഇതൊന്ന് കുളിച്ചുകാണ്ട് ഈ പണിയൊന്നും എടുക്കാൻ പറ്റൂല വിസർത്ത് ഇങ്ങോട്ട് കുളിച്ചു ഒരു ടിപ്സ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തണുക്കാതിരിക്കാനുള്ള ടിപ്സാണ് ഇപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ പോണത് ഇങ്ങനെ ചെയ്ത് നോക്കി കാണുമ്പോൾ തോന്നും അതിപ്പോൾ കോരി വെച്ചാൽ കുറച്ച് നേരം കൂടി ഇട്ടച്ചാൽ പോരെ എന്നൊക്കെ തോന്നും അല്ല അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ ഇത് ഒന്നും കൂടി ആ എണ്ണ അങ്ങോട്ട് ചൂടാക്കുക നല്ലോണം കത്തിച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചത് നല്ലോണം ആ എണ്ണ തന്നെ ചൂടായതിന് ശേഷം ഈ പൊരിച്ച് വെച്ച സാധനം ഒന്നും കൂടി അതിലാണ് ഇട്ട് കാരണം ഒരൊറ്റ പെട്ടെന്ന് കോരിയെടുക്കുക ഒരിക്കലും തണുക്കൂല കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇങ്ങനെ ആരെങ്കിലും ചെയ്തേക്കണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ തോനെ നേരം ഒന്നും ഇളക്കണ്ട ഒന്നും ചൂടാക്കേണ്ടി എടുത്താൽ ഒരു തണുപ്പും വരില്ല നല്ല ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ടീലിടാൻ പാടുള്ളൂ കേട്ടോ ചൂട് കൊടുക്കിടാൻ പാടില്ല നല്ലോണം ചൂടാറണം ഈ ഓലക്കൊടി മാത്രം മതി വിറകൊന്നും വേണ്ട ഈ ഓലക്കൊടി കത്തി കഴിയണ വരെ ഒന്നുണ്ട് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് കോരിയെടുക്കുക ഇതാ കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ റെസിപ്പി കണ്ടില്ലെല്ലാവരും രണ്ടാമത് ഒന്നും കൂടി ആ ചൂടായ എണ്ണയ്ക്ക് ഇട്ടുകാണ്ട് ഒന്നാണ് വറുത്ത് കോരിയെടുക്കുക നല്ലോണം ചൂടാറിയിട്ട് നമ്മളെ ടിന്നിലിട്ട് കാണ്ടാണ് മൂടി വെക്കുക എത്ര ആയാലും തണുക്കൂല ആ ഞെരിവ് എപ്പോഴും കിട്ടൂട്ടാ ഇല്ലേ രസം ഉണ്ടാ ഞാൻ തിന്നു നോക്കിയില്ല എത്ര വട്ടം തിന്നു നോക്കിക്കോ രസം ഉണ്ടാകുന്ന അടിപൊളിയാ പറയേ
അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സു വ്ലോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.